ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പോ ഒരു ചാപ്റ്റർ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ? സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ നിന്നുള്ള 9ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ കിടക്കുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ഷുവർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ 8 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ കാണാത്തവര് ഈ പറയുന്ന ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് കണ്ട് സെറ്റ് ആക്കിക്കോളാട്ടോ. അപ്പൊ 8 മാർക്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ റെഡി അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് വാട്ട് ഈസ് സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ residing permanently within a particular territory with a sovereign government is called a state. എന്താണ് സ്റ്റേറ്റ്? ഒരു കൂട്ടം ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി, സ്ഥിരമായി താമസിക്കണം. എവിടെ? വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി. അതിനൊരു പർട്ടിക്കുലർ ടെറിട്ടറി വേണം. വിത്ത് എ സോവറിൻ ഗവൺമെന്റ്. ഗവൺമെന്റ് എങ്ങനെയുള്ളതായിരിക്കണം? പരമാധികാരമുള്ള ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്ക് അകത്ത് പെർമനന്റ്ലി താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ പറയുന്ന ഡെഫിനേഷൻ എഴുതണം. ബിക്കോസ് ഈ ഒരു ഡെഫിനേഷൻ മാത്രം കിട്ടും നമുക്കൊരു 1 മാർക്ക്. ഓക്കെ, സോ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ residing permanently within a particular territory with a sovereign government is called a state. Okay, ഇനി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ നിക്കോളോ മാക്കിയവെല്ലി. ഒരു വെസ്റ്റേൺ ഫിലോസഫർ ആയ നിക്കോളോ മാക്കിയവെല്ലിയാണ് ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പേര് മറക്കരുത്, നിക്കോളോ മാക്കിയവെല്ലി. ഓക്കെ, സോ ഇനി സ്റ്റേറ്റിന്റെ ഫോർമേഷനിലെ ബേസിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാ നോക്കാം. പോപ്പുലേഷൻ ഉണ്ട്, ടെറിട്ടറി ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട്, സോവറിറ്റി. ദീസ് ആർ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് എ നേഷൻ. ഒരു നേഷൻ എന്നുള്ള തരത്തിൽ ഇതെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻസ് ആണ്. ഇനി ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ആർ എസെൻഷ്യൽ ടു ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാവാനാവാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അവിടുത്തെ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഇസ് ആൻ indispensable factor in the formation of a state. ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷനിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്ത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. For the existence of a state, people should live unitedly with mutual understanding, interdependence and common public interest. അപ്പൊ ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ യുണൈറ്റഡ് ആയിരിക്കണം. പീപ്പിൾ ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്? പരസ്പര ധാരണ ഉണ്ടാവണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഓക്കെ, ഇന്റർഡിപെൻഡൻസ് ആൻഡ് കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? സോ ആ ഒരു സ്റ്റേറ്റ് എക്സിസ്റ്റ് ആവുള്ളൂ. ദർ ഇസ് നോ സ്റ്റേറ്റ് വിതൗട്ട് പീപ്പിൾ. അപ്പൊ എന്താണ്? ഒരു സ്റ്റേറ്റും ജനങ്ങളില്ലാതെ ഉണ്ടാവില്ല. ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്റ്റേറ്റ് ആയി മാറുള്ളൂ. സോ ഹൗവർ ദ മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഫോർ എ കൺട്രി ആർ നോട്ട് ഫിക്സഡ്. ഓക്കെ, സോ ഇത്ര പോപ്പുലേഷനെ പാടുള്ളൂ, ഇത്ര കുറവേ പാടുള്ളൂ എന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സോ പോപ്പുലേഷൻ വിച്ച് ഇസ് ടു മച്ച് ഓർ ടു ലെസ് ഇസ് നോട്ട് ഗുഡ് ഫോർ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടിയ പോപ്പുലേഷനും ഒരുപാട് കുറഞ്ഞ പോപ്പുലേഷനും അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോ ഈ ഒരു ഫാക്ടറെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കുക. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അപ്പൊ ഒരു സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? പീപ്പിൾ ഷുഡ് ലിവ് യുണൈറ്റഡ്ലി വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇന്റർഡിപെൻഡൻസ് ആൻഡ് കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. നോ സ്റ്റേറ്റ്, ദർ ഇസ് നോ സ്റ്റേറ്റ് വിത്തൗട്ട് പീപ്പിൾ. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, നമുക്ക് അടുത്ത ചോദിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ കീ റോൾസ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കീ റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെന്റ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് ഫോർ എ ഗിവൺ സ്റ്റേറ്റ്. സോ എന്തൊക്കെയാണ് ഒരു ഗവൺമെന്റിന്റെ മെയിൻ റോൾസ്? അപ്പൊ ഒരു 4-5 പോയിന്റ്, ഏറ്റവും ചുരുങ്ങിയത് 4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക. ഗവൺമെന്റ് മേക്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ലോ ആൻഡ് എൻഷുർ ജസ്റ്റിസ് ടു ദ പീപ്പിൾ.
ഈ പറയുന്ന നിയമം ഉണ്ടാക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതും ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ensures security and makes available different services to the people. സോ എല്ലാവരുടെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതും എല്ലാവർക്കും വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതും ഗവൺമെന്റ് ആണ്. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, increase employment opportunities, implement developmental projects, implement social welfare projects, disputes are settled. The government does all the work for the state. Different states have different forms of government. Okay, so ഇതിലെ ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്ന ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഏത് ഫോം ഓഫ് ഗവൺമെന്റ് ആയാലും, സ്റ്റേറ്റ് ഏത് ഫോമിലുള്ളതായാലും ഒരു സ്റ്റേറ്റിന് എന്ത് വേണം? ഒരു ഗവൺമെന്റ് വേണം. ദ ഗവൺമെന്റ് മേ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം ബട്ട് ദ സ്റ്റേറ്റ് റിമെയിൻസ് പെർമനന്റ്. ശരിയല്ലേ? ഗവൺമെന്റ് ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? സോവറിറ്റി എന്ന് പറയുന്നത്. എന്താ സോവറിറ്റി? ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ കൺട്രി. ശരിയല്ലേ? നമുക്കൊരു രാജ്യമുണ്ട്, രാജ്യത്ത് പോലെ പോപ്പുലേഷൻ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ബട്ട് അവിടെ നമുക്ക് പരമാധികാരം ഇല്ലെങ്കിലോ, സോവറിറ്റി ഇല്ലെങ്കിലോ പിന്നെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. സോ സോവറിറ്റി is the most important factor in the formation of the country. Sovereignty makes a state different from other institutions. Sovereignty ആണ് ഒരു സ്റ്റേറ്റിനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഡിഫറെന്റ് ആക്കി വെക്കുന്നത്. The state has the right to take decisions on national and international affairs independently without any external control. സ്റ്റേറ്റിനെ എന്തിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് ഡെസിഷൻസ് എടുക്കാൻ. അതായത് നാഷണൽ ലെവലിലായിക്കോട്ടെ, ഇന്റർനാഷണൽ കാര്യങ്ങളിലായിക്കോട്ടെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ കൺട്രോളും ഇല്ലാതെ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്. ദിസ് സുപ്രീം അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോവറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സോവറിറ്റിക്ക് കറക്റ്റ് ആയിട്ട് നമ്മളൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട്, അൺലിമിറ്റഡ് and indivisible power of the state. So what do you mean by sovereignty എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is the absolute, unlimited and indivisible power of the state. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇന്റേണൽ ഡയമെൻഷൻസും പിന്നൊന്ന് എക്സ്റ്റേണൽ ഡയമെൻഷൻസും. എന്താ ഇന്റേണൽ സോവറിറ്റി? ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഓൾ മാറ്റേഴ്സ് വിച്ച് കം വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. ഒരു ടെറിട്ടറിക്ക് അകത്ത് വരുന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള അവകാശം. അപ്പൊ എന്തായിരിക്കും എക്സ്റ്റേണൽ? എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇഷ്യൂസിൽ ഡിസിഷൻ എടുക്കാൻ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള അവകാശം. സോ ഇന്റേണൽ കംസ് വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറിക്ക് ആണെങ്കിൽ അത് ഇന്റേണൽ സോവറിറ്റിയും, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഇന്റർനാഷണൽ ഇഷ്യൂസിലുള്ള അവകാശം. ഓക്കെ, അപ്പൊ നമ്മൾ സോവറിറ്റി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കോട്ടാണ്. നമ്മുടെ ജെർമി ബെന്താം പറഞ്ഞ ഒരു കോട്ടാണ്. ഇത് എക്സാമിന് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗോൾ ഓഫ് ദി സ്റ്റേറ്റ് ഇസ് ദ മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദി മാക്സിമം നമ്പർ. ഹു സേസ് ദിസ്? ആരാണ് ഇത് പറഞ്ഞത്? ദ ഗോൾ ഓഫ് സ്റ്റേറ്റ് ഇസ് ദ മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദ മാക്സിമം നമ്പർ. ഒരുപാട് ആളുകളുടെ ഒരുപാട് സന്തോഷമാണ് സ്റ്റേറ്റ് എന്നുള്ളതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞത് എന്താണ്? ആരാണ്? ജെർമി ബെന്താം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഇനി നോക്കാനുള്ളത്. സോ ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ ഫങ്ഷൻസിനെ, ഒരു സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഒബ്ലിഗേറ്ററി, മറ്റൊന്ന് ഡിസ്ക്രിഷണറി ഫങ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് നോക്കിയാലോ. ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത് the functions which have to be implemented by the state, implemented by the state at all the times at any cost. ഓക്കെ, എല്ലാ സമയത്തും, ഓക്കെ, ഓൾ ദ ടൈംസ് അറ്റ് എനി കോസ്റ്റ്, എന്ത് തന്നെ സംഭവിച്ചാലും നടപ്പിലാക്കേണ്ട തരത്തിലുള്ള ഫങ്ഷൻസ്, നിർബന്ധിത ചുമതലകളാണിത്. ഓക്കെ, സ്റ്റേറ്റ് cannot abstain from its obligatory functions. obligatory functions നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കാൻ പാടില്ല. The life and property of the people cannot be protected if the obligatory functions are not performed. ഈ പറയുന്ന നിർബന്ധിത ചുമതലകൾ നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും എല്ലാം ആപത്താണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 4 പോയിന്റ് ഇതാണ്. ഇത് പഠിച്ചാൽ ധാരാളമാണ് കേട്ടോ. ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട, ശിശുവാരായിട്ട് ഫോളോ ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ്. സോ പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ദീസ് ആർ ദി മെയിൻ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പൊ ഈ 4 പോയിന്റ് ആണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസിൽ പഠിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു പോയിന്റും കൂടെ, ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദി സ്റ്റേറ്റ് അറ്റ് ഓൾ ദി ടൈംസ് അറ്റ് എനി കോസ്റ്റ്. ഒരു കാരണവശാലും എല്ലാ സമയത്തും നിർബന്ധിതമായിട്ടും
നിർവഹിക്കേണ്ട ചുമതലകളാണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. ഇനി ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ആണ്. എന്താ ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്? ദീസ് ആർ ദോസ് വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ആസ് പെർ ദി എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് മാത്രം. ഫോർ എക്സാമ്പിൾ, തൊട്ട് അടുത്ത വീട്ടില് ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് ഇറങ്ങാവൂ. അതർവൈസ് നമുക്കത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും അല്ലെ. സോ ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദീസ് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ആസ് പെർ ദി എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫങ്ഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര വിൽ പ്രൊവൈഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ് ഫോർ ദ പീപ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ലിവിംഗ് കണ്ടീഷൻ തന്നെ മാറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റ് എ ലിമിറ്റ് ടു ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഡിസ്ക്രിഷണറി പവേഴ്സിന് ഒരു ലിമിറ്റ് വെക്കാനൊന്നും കഴിയില്ല. സോ ദ ഗ്രോത്ത് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻക്രീസ് ഇൻ ഹ്യൂമൻ വാണ്ട്സ് ആർ മേക്കിംഗ് ദിസ് ഏരിയ വാസ്റ്റ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഹ്യൂമൻ വാണ്ട്സ് കൂടിക്കഴിഞ്ഞാലും ഒക്കെ എന്താണ് ഈ പറയുന്ന നമ്മുടെ എക്കണോമിക് ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ. ശരിയല്ലേ? ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്, അപ്പൊ നമ്മളിപ്പോ നോക്കിയ ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു കാരണവശാലും ഒരു ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ അത് പഠിച്ചോളാം. ഇനി തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. ഡിവൈൻ റൈറ്റ് തിയറി ഉണ്ട്, എവല്യൂഷണറി തിയറി ഉണ്ട്, സോഷ്യൽ കോൺട്രാക്ട് തിയറി ഉണ്ട്, പവർ തിയറി ഉണ്ട്. ഇത് നമുക്ക് ഇപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഡിവൈൻ റൈറ്റ് തിയറിയിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവം ഉണ്ടാക്കിയതാണ്, ഗോഡ് ക്രിയേറ്റഡ് ആണ്. സോ കിങ് എന്ന് പറയുന്നത് ഗോഡിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ കിങ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ആർക്ക് മറുപടി കൊടുത്താൽ മതി? ഗോഡിന് കൊടുത്താൽ മതി എന്നാണ് ഡിവൈൻ റൈറ്റ് തിയറിയിൽ പറയുന്നത്. എവല്യൂഷണറി അറിയാലോ, സ്റ്റേറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ പ്രൊഡക്റ്റ് ആണ് സ്റ്റേറ്റ്. സോഷ്യൽ ഇവല്യൂഷനിലൂടെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് അക്സെപ്റ്റബിൾ ഇസ് ദ തിയറി ഓഫ് എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് ഇവല്യൂഷൻ നടന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് റിസൾട്ട് ഓഫ് എ കോൺട്രാക്ട് ബൈ ദ പീപ്പിൾ. ജനങ്ങളുമായിട്ടുള്ള ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഈ പറയുന്ന മനുഷ്യാവശ്യങ്ങളുടെ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ദ പവർ തിയറി. State came into existence as a result of the establishment of the power by the strong over the weak. അതായത് ഈ പറയുന്ന സാധുക്കളായവരുടെ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആളുകളുടെ മേൽ സ്ട്രോങ് ആയ ആളുകൾ ആധിപത്യം സ്ഥാപിക്കുന്ന ആ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് പവർ തിയറിയിൽ പറയുന്നത്. അപ്പൊ 4 തിയറീസ് ഉണ്ട്: പവർ തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഇവല്യൂഷൻ തിയറി ആൻഡ് ഡിവൈൻ റൈറ്റ് തിയറി. ഓക്കെ, സ്റ്റേറ്റിന്റെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ? എ പേഴ്സൺ ഹു ഹാസ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ആൻഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ ഈസ് കാൾഡ് ദ സിറ്റിസൺ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ആർക്കാണോ ഈ പറയുന്ന ലോ മേക്കിംഗ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നതിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ സിറ്റിസൺ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. പക്ഷെ എന്താണ് വാട്ട് യു മീൻ ബൈ സിറ്റിസൺഷിപ്പ്? ഇതാണ് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. സിറ്റിസൺഷിപ്പ് ഇസ് എ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. ഒരു രാജ്യത്തുള്ള ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ആണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? സിറ്റിസൺഷിപ്പ് enables a person to experience political and civil rights experience ചെയ്യാൻ പറ്റും. It is clear that while state ensures certain rights, citizen has certain duties to perform. ശരിയല്ലേ? സ്റ്റേറ്റ് നമുക്ക് ചില അവകാശങ്ങളെല്ലാം തരുന്നുണ്ട്. അപ്പൊ തിരിച്ച് നമുക്ക് സ്റ്റേറ്റിനോട് എന്തുണ്ട്? ചില ഡ്യൂട്ടീസും ചുമതലകളും നമുക്ക് തിരിച്ച് സ്റ്റേറ്റിനോടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ 2 types of citizenship. So first one, natural citizenship. Citizenship by birth. ബൈ ബർത്ത് കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ആണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. അപ്പൊ എന്താണ് അക്വയർഡ് സിറ്റിസൺഷിപ്പ്? വെൻ എ പേഴ്സൺ അക്വയർഡ് സിറ്റിസൺഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ ലീഗൽ പ്രൊസീജിയർ ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിന്റെ ലീഗൽ പ്രൊസീജിയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അക്വയർ ചെയ്തെടുക്കുന്ന സിറ്റിസൺഷിപ്പ് ആണ് ഇത് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഇനി which are the rights available in India exclusively to its citizens? ഒരു സിറ്റിസണിന് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? Right to contest election, right to form political party, right to propagate politics, right to vote in the elections, right to criticize the government. Okay, ഇനി അടുത്ത ഏറ്റവും നമുക്ക് ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, who is known as the father of political science? പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? അരിസ്റ്റോട്ടിൽ. ഓക്കെ,
സോ പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിൽ ആണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിന്റെ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹമാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന സയൻസ് ഓഫ് പൊളിറ്റിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ, ഇവരൊക്കെ. ഓക്കെ, സോ ദ റിസൾട്ട് ഓഫ് യുവർ പൊളിറ്റിക്കൽ ഇനാക്ടിവിറ്റി ഈസ് ദാറ്റ് യു വിൽ ബി റൂൾഡ് ബൈ ദ പീപ്പിൾ ഇൻഫീരിയർ ടു യു. ഹൂ സേസ് ദിസ്? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ വേണ്ടത്ര രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും മോശമായവർ നിങ്ങളെ ഭരിക്കാൻ കാരണമാകും എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോയാണ്. അപ്പൊ നമ്മൾ 3 കോട്ടാണ് ഇതിൽ പഠിച്ചത്. ഒന്ന് പ്ലേറ്റോയുടെ പാർട്ട് പഠിച്ചു, പിന്നെ നമ്മൾ അരിസ്റ്റോട്ടലിന്റെ പഠിച്ചു, ജെർമി ബെന്താമിന്റെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ 3 കോട്ടിങ്സ് നമുക്ക് പലതവണയായിട്ട് എക്സാംസിന് ചോദിക്കാറുണ്ട്. പൊളിറ്റിക്കൽ സയൻസിന്റെ ബ്രാഞ്ചസ് ഇതൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല. വൈ സ്റ്റഡി പൊളിറ്റിക്കൽ സയൻസ്? ഓക്കെ, ഒരു 2-3 പോയിന്റ് ഇവിടെ നിന്ന് നോക്കി വെക്കാം. ടു പ്രൊമോട്ട് സിവിക് അവയർനെസ് among people, to intervene effectively in social and political issues, to shape a better political system, to work for the protection of right, to encourage the citizen to fulfill the duties of the nation. ഏതെങ്കിലും ഒരു 2-3 പോയിന്റ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്നത്തെ ചാപ്റ്റർ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷെ 8 മാർക്ക് ഇതിന്ന് സ്കോർ ചെയ്ത് എടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിജയം തന്നെയായിരിക്കും. അപ്പൊ നമ്മളിപ്പോ 8-8 16 മാർക്ക് നമ്മളിപ്പോ സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു 8 മാർക്കിന്റെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ 8 മാർക്കും കൂടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ബോർഡ് എക്സാമിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വേണ്ടത്. ഈ പാസ് മാർക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, 24 മാർക്കാണ്. ഈ 3 ചാപ്റ്ററും 8 മാർക്ക് വീതമുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഒരു കാരണവശാലും ഈ പറയുന്ന 24 മാർക്ക് സുന്ദരമായിട്ട് നേടാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു കാരണവശാലും മിസ്സാക്കരുത്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിംഗ് മെന്റാലിറ്റി കൊടുക്കും തോറും നമ്മുടെ അറിവ് കൂടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ വിലയേറിയ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഏതെങ്കിലും ഏരിയാസ് സോഷ്യൽ സയൻസിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ, പഠിച്ചിട്ട് കയറുന്നില്ല എന്നോ അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഷുവർലി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടുത്തൊരു 8 മാർക്കിന്റെ ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.